ഹായ് ഫ്രണ്ട്സ്, വീണ്ടും വെൽക്കം ടു ഗോസ്റ്റ് മെക്കോവ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ വരുന്ന ടോപ്പ് മെനു ബാർ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ഇങ്ങനെ സെർച്ച് ബാർ, ടാസ്ക് പാനൽ, ഗ്രാഫിക് വിൻഡോ, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇത് ഓരോ ടൂൾസായിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം നിങ്ങളിപ്പം ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയ പാർട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോട്ട് ചെയ്ത് വെച്ചോ. നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആദ്യം ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞത്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, Ctrl+N അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ പാർട്ട് സെലക്ട് ചെയ്യാം, അസംബ്ലി സെലക്ട് ചെയ്യാം, ഡ്രോയിങ് സെലക്ട് ചെയ്യാം. ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുത്താൽ എവിടെ പോകും, പാർട്ടിലേക്ക് ഓപ്പൺ ആവും. ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ എന്തുണ്ട്, വെൽക്കം ടു സോളിഡ് വർക്ക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനും എന്തുണ്ട്, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, Ctrl+F2. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വെൽക്കം വിൻഡോ കാണാൻ പറ്റും, ഒരു ചെറിയ വിൻഡോ. ഇവിടെ നിങ്ങൾക്ക് പാർട്ട്, അസംബ്ലി, ഡ്രോയിങ്, ഈ 3 ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾ Ctrl+New കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നത്. അത് രണ്ടും ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏതാണോ ഉണ്ട്, പാർട്ട് വേണമെങ്കിൽ പാർട്ട് സെലക്ട് ചെയ്യുക, നിങ്ങൾ എന്താവും, ഡയറക്റ്റ് പാർട്ടിലേക്ക് കയറും. ഓക്കെ, ഇനി നിങ്ങൾ Ctrl+New എടുത്തിട്ട് അസംബ്ലി സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോകും, അസംബ്ലി ഇൻ്റർഫേസിലേക്ക് പോകും. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡ്രോയിങ് ആണ്. നമ്മൾ ഇവിടെ വന്നിട്ട് ഡ്രോയിങ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എവിടെ പോകും, ഡ്രോയിങ്ങിലേക്ക് കയറും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിത് വരുന്ന 3 സെക്ഷൻസ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്, പാർട്ട്, അസംബ്ലി, ഡ്രോയിങ്. ദെൻ ഇവിടെ കണ്ടോ, ന്യൂ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലുണ്ട് നമ്മൾ പറഞ്ഞ സെയിം സാധനം, Ctrl+N എന്ന് പറയും. അപ്പം നിങ്ങൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സോളിഡ് വർക്ക്സ് വരയ്ക്കാൻ തുടങ്ങുമ്പം ഓപ്പൺ ചെയ്യുക, Ctrl+N കൊടുക്കുക, നിങ്ങൾ പാർട്ട് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക, എവിടെ വരും, നിങ്ങൾ പാർട്ടിലേക്ക് ഓപ്പൺ വരും. അപ്പം ഇതായിരിക്കും നിങ്ങളുടെ എന്ത്, പാർട്ടിനകത്ത് വരുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ ഒരു സോളിഡ് വർക്ക്സിൻ്റെ ഒരു ബേസിക് വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചോ, സ്കെച്ച്, ഡയമെൻഷൻ, ഫീച്ചർ, മോഡിഫൈ, അസംബ്ലി, ദെൻ ഡ്രോയിങ്. ഇതാണ് നമ്മളുടെ ഓർഡർ. എന്തുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്കെച്ച് ക്രിയേറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് നമ്മൾ ഡയമെൻഷൻ കൊടുക്കണം, ദെൻ നമ്മൾ അതിന് ഫീച്ചർ അപ്ലൈ ചെയ്യും, ദെൻ നമ്മൾ ആ ഫീച്ചേഴ്സിനെ മോഡിഫൈ ചെയ്യും, അത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ അസംബ്ലി ചെയ്യും. അസംബ്ലി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡ്രോയിങ് ആക്കി കൺവേർട്ട് ചെയ്യും. ഇതാണ് നമ്മളൊരു ബേസിക് വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. എന്തിൽ, സോളിഡ് വർക്ക്സിൽ 3D ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ അത്? ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇൻ്റർഫേസസ് എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.